നമ്മുടെ കുഞ്ഞുങ്ങൾ പൂവിനെ കണ്ടാലും പൂമ്പാറ്റയെ കണ്ടാലും മറ്റ് ഭംഗിയുള്ള എന്ത് വസ്തുക്കൾ കണ്ടാലും അത് ചിത്രമായിട്ട് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർക്ക് കൊണ്ടു നടന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ഓർഗനൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഫോം ഷീറ്റ് ആണ്. അപ്പോൾ ഞാൻ പല കളറുള്ള ഫോം ഷീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം 2 കളർ എടുത്തിട്ട് അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിന് നമുക്ക് കാർഡ്ബോർഡിന്റെ പീസും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 2 കാർഡ്ബോർഡ് ഒരേ വലുപ്പത്തിലും പിന്നെ ഒരു ചെറിയ കാർഡ്ബോർഡുമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതേപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പശ പെട്ടെന്ന് ഒട്ടി കിട്ടുന്ന പശയാണ്. ഇത് വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഈ വലിയ പീസ് നമ്മൾ ഒട്ടിച്ചു. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ചെറിയ പീസും ഒട്ടിച്ചെടുക്കണം. ചെറിയൊരു ഗ്യാപ്പ് വിട്ട് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഒട്ടിക്കേണ്ടത്. ഇനി നമുക്ക് വീണ്ടും വലിയൊരു പീസും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ 3 കാർഡ്ബോർഡും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേറെ ഒരു കളർ ഫോം ഷീറ്റ് ഇതിന്റെ മേലെ ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതാ ഈ പിങ്ക് ഫോം ഷീറ്റാണ് ഞാൻ ഇതിന്റെ മേലെ ഒട്ടിക്കുന്നത്. അപ്പോൾ വക്കത്തൊക്കെ നന്നായിട്ട് പശ തേച്ച ശേഷം നമുക്കിത് ഒട്ടിച്ചെടുക്കാം. വക്കിന് കറക്റ്റായിട്ട് പശ തേക്കണം. പിന്നെ അകത്തും ചെറുതായിട്ടൊക്കെ തേക്കണം. അപ്പോൾ നമ്മൾ അതിന്റെ മേലെ അടുത്ത ഫോം ഷീറ്റും ഒട്ടിച്ചു. ഇപ്പൊ ഇതേപോലെയുള്ള ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ പേഴ്സ് പോലെ മടക്കാം, ബുക്ക് പോലെ മടക്കാം. ഇനി ഇതിലെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കാനുള്ള ഭാഗം ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇവിടെ തുറക്കാനും അടയ്ക്കാനും ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ നമുക്ക് ഹുക്ക് ആൻഡ് ലൂപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം വെൽക്രോ നമ്മൾ പറയും, അത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ അടയ്ക്കുന്ന ഒരു ഭാഗവും നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് അവിടെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞി ബോ ഉണ്ടാക്കി വെക്കാം. അപ്പൊ നമ്മളെ ബോ റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മളിവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അലങ്കരിക്കുന്നതിനായിട്ട് ഒരു കുഞ്ഞി പൂച്ച ഉണ്ടാക്കിയെടുക്കാം. അതും ഞാൻ ഇതേപോലെ ഫോം ഷീറ്റിൽ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ പൂച്ചയുടെ ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതിന് കുഞ്ഞി കണ്ണും മീശയും വായും ഒക്കെ വെച്ചു കൊടുത്ത് ഇതിനൊരു ഭംഗിയുള്ള പൂച്ചയാക്കിയിട്ട് മാറ്റാം. ഇനി ഇതേപോലെ 2 പൂമ്പാറ്റേനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പുറത്ത് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉൾവശം റെഡിയാക്കാം.
അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുഞ്ഞി പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഞാൻ മഞ്ഞ കളർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പോക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിനുള്ളിൽ നമുക്ക് കളർ പെൻസിലൊക്കെ ഇടുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പോക്കറ്റിന് ഒരു അടപ്പും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിതാ ഇതേപോലെ അടപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഹുക്കും ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഹുക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് നല്ല ഭംഗിയായിട്ട് അടച്ചു വെക്കാം. പെൻസിലൊക്കെ ഇട്ട് അടച്ചു വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു പെൻസിൽ വെക്കാം. കളറൊന്നും അല്ലാത്ത സാധാരണ ഒരു പെൻസിൽ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് വെക്കുന്നതിനായിട്ട് ഒരു ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ പെൻസിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാവുന്ന ഒരു ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് കുറച്ച് പേപ്പർ ഇവിടെ വെക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞു ബുക്ക് ഉണ്ടാക്കിയിട്ട് ഇതിനുള്ളിൽ ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തീർന്നു പോയാലും വീണ്ടും വേറൊരു ബുക്ക് എടുത്ത് വെച്ചാൽ മതിയാവും. ഇനി അടുത്തതായിട്ട് ക്രയോൺസ് വെക്കുന്നതിനായിട്ട് ഒരു കുഞ്ഞു ഹോൾഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് ഗ്യാപ്പ് വിട്ട് ഒട്ടിച്ചെടുത്തതാണിത്. ഇനി നമുക്കൊരു കുഞ്ഞു സ്മൈലി പൂക്കളും വെച്ചിട്ട് ഇതിന്റെ ഉൾവശം അലങ്കരിക്കാം. അപ്പോൾ സ്മൈലി വെറുതെ ഫോം ഷീറ്റിന്റെ മേലെ ഞാൻ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് 2 കുഞ്ഞി കണ്ണുണ്ടാക്കിയിട്ട് അത് ഒട്ടിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ 2 പൂക്കളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ ഹുക്കിന്റെ മേലെ വെക്കാം. അതേപോലെ ഈ പൂവ് ഡ്രോയിങ് പാഡിന്റെ മുകളിലും വെക്കാം. അപ്പം നമ്മളുടെ ഡ്രോയിങ് ബുക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഡ്രോയിങ് ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഡ്രോയിങ് ഹോൾഡർ എന്ന് പറയാം. റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറയാം. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇതേപോലെ നല്ല കളർ പെൻസിലുകളും ക്രയോൺസും അതേപോലെ പെൻസിലും ഒക്കെ വെച്ചിട്ട് അലങ്കരിക്കാം. അപ്പോൾ പല കളർ പെൻസിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം കുഞ്ഞുങ്ങൾ ചിത്രം വരയ്ക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി നമുക്ക് ഈ ക്രയോൺസ് ഇതേപോലെ വെക്കാം. അപ്പോൾ ആദ്യം ക്രയോൺസ് വെച്ച് കറക്റ്റ് അളവ് നോക്കിയിട്ടാണ് ഞാനിത് ഒട്ടിച്ചെടുത്തത്. അതുകൊണ്ട് ക്രയോൺസ് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, വീണൊന്നും പോവില്ല. അപ്പം നമ്മളെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ചെയ്യണം.